ബിഗിനേഴ്സ് എഡ്യൂസോണിൻ്റെ എല്ലാ വീഡിയോസും ഇപ്പോൾ PDF ആയി അവൈലബിൾ ആണ്. PDF ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത്? വൈക്കം സത്യാഗ്രഹം, ചാനാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. ഉത്തരം ബി ആണ്. ബി. 2 ചാനാർ ലഹള, 4 മലബാർ കലാപം, 1 വൈക്കം സത്യാഗ്രഹം, 3 ക്ഷേത്രപ്രവേശന വിളംബരം. ബി ആണ് ശരിയായ ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മുദ്രാവാക്യമാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13-നാണ്. 1948 ജനുവരി 20-ന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. ഉത്തരം സി. 1, 3, 4. 1, 3, 4 ശരിയായവ. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1919 ഏപ്രിൽ 13-നാണ്. ഓക്കെ, 1, 3, 4 ആണ് ശരിയായത്. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി നാറ്റോ ബന്ധമില്ലാത്തത് ഏത്? 1949-ലാണ് ഇത് സ്ഥാപിതമായത്. ഇതിൻ്റെ ആസ്ഥാനം ജനീവ ആണ്. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡൻ ആണ്. റഷ്യ യുക്രൈനിൽ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. ഡി ആണ് ശരിയായ ഉത്തരം. 2, 4. താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏത്? റോബേസ്പിയർ ജാക്കോബിയൻ ക്ലബ്ബ്, ഏപ്രിൽ തീസിസ്. ഏപ്രിൽ തീസിസ് VI ലെനിൻ, സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയർ, ലോങ് മാർച്ച് മാവേ സേത്യൂങ്. തെറ്റായ ജോഡിയാണ് കണ്ടുപിടിക്കേണ്ടത്. എ 3 മാത്രം. 3 തെറ്റായ ജോഡി. താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. 1988 ജനുവരി 20-ന് അന്തരിച്ചു. 1987 ഭാരതരത്നം ലഭിച്ചു. ഖുദായി ഖിദ്മത്ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. 5 ഡി. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? ഇത് രൂപീകരിച്ചത് 1953-ലാണ്. ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഫസൽ അലി, HN കുൻസ്രു എന്നിവർ ആണ് ഇതിലെ അംഗങ്ങൾ. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. ഈ ഉത്തരത്തിന് ശരിയായ സൂചിക നമുക്ക് ലഭിച്ചിട്ടില്ല. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗ്രഹ വാതകമാണ്. ഗ്രാനൈറ്റ് ഒരു തരം അവസാദശിലയാണ്. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. ബി. തെറ്റായ പ്രസ്താവനകളാണ് 1, 3. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹമേത്? അഗുൽഹാസ് പ്രവാഹം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദ്. സി. 1, 4 ഉത്തരം. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു?
ഹരിക്കെയിൻ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏത്? NW3. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യമേത്? സൗദി അറേബ്യ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. ഡി. പ്രസ്താവനകൾ 1, 3, 1, 2, 3 ശരിയാണ്. പ്രസ്താവന 4 ശരിയല്ല. ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപാദനത്തിൻ്റെ തോതനുസരിച്ച് ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. ഉത്തരം ബി. 1 നെല്ല്, 2 ഗോതമ്പ്, 3 ചോളം, 4 പയർവർഗ്ഗങ്ങൾ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. പ്രസ്താവന 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. പ്രസ്താവന 2. 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% നിലനിർത്താൻ തീരുമാനിച്ചു. 15 എ ആണ് ശരിയായ ഉത്തരം. എ. പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണനയനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏത്? ബാങ്ക് ദേശസാൽക്കരണം, ആസൂത്രണ കമ്മീഷൻ രൂപീകരണം, 500, 1000 നോട്ടുകളുടെ നിരോധനം, ഭൂപരിഷ്കരണം. ഉത്തരം ഡി ആണ്. ആസൂത്രണ കമ്മീഷൻ രൂപീകരണം, ഭൂപരിഷ്കരണം, ബാങ്ക് ദേശസാൽക്കരണം, 500, 1000 നോട്ടുകളുടെ നിരോധനം. നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1. സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. പ്രസ്താവന 2. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ച അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി. ഉത്തരം എ. പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ൻ്റെ വിശദീകരണമാണ്. നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. സംരംഭം: അടൽ ഇന്നൊവേഷൻ മിഷൻ. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. മെത്തനോൾ സമ്പദ്ഘടന. സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക. സഹകരണ ഫെഡറലിസം. എണ്ണ ഇറക്കുമതി ബിൽ കുറയ്ക്കുക. ശൂന്യ ക്യാമ്പയിൻ. സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിക്കുക. ഉത്തരം സി ആണ്. സി. 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറയ്ക്കുക. ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക. ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക. ഉത്തരം ഡി. പ്രസ്താവനകൾ 2, 3 ശരിയാണ്. പ്രസ്താവനകൾ 1, 4 ശരിയല്ല.
ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷൻ. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി. 1946 ആഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചു. എ 1ഉം 3ഉമാണ് ശരി. 1ഉം 3ഉമാണ് ശരി. സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോകസഭ, നിയമസഭ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. വകുപ്പ് 331 സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നു. 1989 61ാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 ആയി കുറച്ചു. 1989 62ാം ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം കുറച്ചു. ആൻസർ ഡി ആണ്. ഡി 1ഉം 3ഉമാണ് ശരി. 1ഉം 3ഉമാണ് ശരി. രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല. സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരമുണ്ട്. ഉത്തരം ബി 1ഉം 2ഉമാണ് ശരി. 1ഉം 2ഉം ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏത്? മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ. മുൻ സുപ്രീം കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായിരുന്നു. മുൻ ഹൈക്കോടതി ജഡ്ജിമാർ ആയിട്ടുള്ള 2 പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി വരുന്നു. മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു. 1, 2, 4. 1, 2, 4ഉമാണ് ശരി. ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? മൻസുഖ് മാണ്ഡവ്യ, ശ്രീ ജി കിഷൻ റെഡ്ഡി, ഡോക്ടർ മഹേന്ദ്രനാഥ് പാണ്ഡെ, ശ്രീ ഭൂപേന്ദർ യാദവ്. ഉത്തരം സി ആണ്. 1ആണ് ശരി. മൻസുഖ് മാണ്ഡവ്യ. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ്? 15ാമത്തെ പ്രസിഡന്റ്, 14ാമത്തെ പ്രസിഡന്റ്, 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2015 മുതൽ 2021 വരെ ഒഡീഷ ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഉത്തരം ബി 1ഉം 3ഉമാണ് ശരി. 1ഉം 3ഉം. 2023 ഇന്ത്യ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൾ ഫത്താഹ് അൽ സീസി ഏതു രാജ്യത്തെ പ്രസിഡന്റായിരുന്നു? അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റ്, ഇറാഖ്, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക. ഉത്തരം ഡി 1ആണ് ശരി. അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റ്. സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായം, കുഷ്ഠരോഗികൾക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായം, പ്രമേഹബാധിതരായ കുട്ടികൾക്ക് നൽകുന്ന ധനസഹായം, സിക്കിൾസ് അനീമിയ രോഗികൾക്ക് നൽകുന്ന ധനസഹായം. 1ആണ് ശരി. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന ധനസഹായം. 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പോക്സോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. പോക്സോ നിയമത്തിൽ
നിയമത്തിലെ 27 വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കണം. പോക്സോ കേസുകളിലെ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിലാകരുത്. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആയിരിക്കണം. ഉത്തരം സി 1, 2, 3 ശരിയാണ്. വാത്സല്യനിധി പദ്ധതി സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1,00,000 രൂപ വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതി. OBC വിഭാഗത്തിലുള്ള പെൺകുട്ടികൾക്ക് നൽകുന്ന ധനസഹായം. പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി. അമ്മ തൊട്ടിലിൽ ജനിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന ഒറ്റത്തവണ ധനസഹായം. ഡി ആണ്. 1ഉം 3ഉമാണ് ശരി. 1ഉം 3ഉം. വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? കേരള സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയത്. കേരള സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയത്. ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന കർമ്മ പരിപാടി. ആദിവാസി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതി. ഉത്തരം ബി ആണ്. 1ഉം 2ഉമാണ് ശരി. 1ഉം 2ഉം. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി, ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ്, ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ. 2ആണ് ശരി. ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന. വെള്ള നിറം മുന്നറിയിപ്പില്ല എന്നും മഴ ഇല്ല എന്നും സൂചിപ്പിക്കുന്നു. പച്ച നിറം മുന്നറിയിപ്പ് ഉണ്ടെന്നും വലിയ തോതിൽ മഴ ഉണ്ടെന്നും സൂചിപ്പിക്കുന്നു. മഞ്ഞ നിറം നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക, ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. ഓറഞ്ച് നിറം ജാഗ്രത പാലിക്കേണ്ടതുണ്ടോ എന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത ഇല്ല എന്നും സൂചിപ്പിക്കുന്നു. 1ഉം 3ഉം ശരി. 1ഉം 3ഉമാണ് ശരി. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത്? ടെൻഡൻ. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത്? ഉത്തരം ഡി ആണ്. രക്തം. മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായുണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏത്? കരൾ. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏതാണ്? ഭീമാകാരത്വം. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മരോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ലൈസോസൈം. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? മിഠായി. 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? സൗദി അറേബ്യ.
1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോ മാസുള്ള ഒരു ബോക്സിൻ്റെ സ്ഥിതിയോർജ്ജം എത്രയായിരിക്കും? G = 10 m/s. 2J. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? അപവർത്തനം. ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി F താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില 0 ഡിഗ്രി സെൽഷ്യസ്. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ്? B ഓഗസ്റ്റ് 23. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേര്? ആദിത്യ L1. രാജദ്രാവകം അക്വാ റീജിയ എന്നാൽ? നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് 1:3 എന്ന അനുപാതത്തിൽ. ഇന്ത്യയിൽ 0 കാർബൺ ആയ നഗരം ഏത്? സാഞ്ചി. താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏത്? സോഡിയം അമാൽഗം. താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്? സിങ്ക് സൾഫൈഡ്. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ക്വാണ്ടം ഡോട്ട്സ്. അപ്പുകിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? സർക്കസ്. തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? കുഞ്ഞനന്തൻ നായർ. പാലിലെ വെണ്ണ പോൽ ബൈതാക്കി ചൊല്ലുന്നേൻ ഭാഗ്യമുള്ളവർ ഇതിനെ പഠിച്ചോവർ ഏത് കൃതിയിലെ വരികളാണിവ? മുഹിയുദ്ദീൻ മാല. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിൻ്റെ രചനയാണ് ഒരു ദേശത്തിൻ്റെ കഥ. 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം? R പ്രജ്ഞാനന്ദ. മൺസൂൺ ഗ്രോക്സ് ബയോ ബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആര്? D കേരള വനഗവേഷണ കേന്ദ്രം. ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ്, ടെറാബൈറ്റ് ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക. B ഗിഗാബൈറ്റ്. തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അത് ഉണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. എഡ്ജ് മൈക്രോസോഫ്റ്റ്, ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ്, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ, ആൻഡ്രോയിഡ് ഗൂഗിൾ. 1, 3, 4 ഇവ മാത്രം ശരിയാണ്. 1, 3, 4. കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. C ക്യാൻ. താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏത്? ടെലിഗ്രാം. ഡീപ് ഫേക്ക് എന്നാൽ?
ബി. വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് സംസ്ഥാനത്തിലെ ഗവർണർ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടുത്താത്ത സേവനങ്ങൾ നിസ്വാർത്ഥ സേവനങ്ങൾ. ഇവയിലേതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത്? സി. പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക. ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഡി. മുകളിൽ കൊടുത്തിരിക്കുന്നവ എല്ലാം. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം 2012. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ രേഖ ശർമ്മ. 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? 15%. 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ആയി. ചേർത്ത സംഖ്യ ഏത്? 138. ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണ്ടിവരും? 2 മണിക്കൂർ 15 മിനിറ്റ്. ഉത്തരം ഡി. തന്നിരിക്കുന്ന സമവാക്യത്തിൽ കെയുടെ വില എത്ര? 2k+1 × 2⁵ = 2�7. ഉത്തരം എ 1. എ ജോലി 20 ദിവസമെടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തിയാക്കാൻ 12 ദിവസമെടുക്കുന്നു. എന്നാൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസമെടുക്കും? ഉത്തരം സി 30. ഒറ്റയാനെ കണ്ടെത്തുക. ഉത്തരം സി. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ രാജുവിൻ്റെ യാത്ര ഏതു ദിശയിലാണ്? ഉത്തരം ബി തെക്ക്. ഹെലോ എന്ന വാക്ക് KHOOR എന്ന കോഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ വേൾഡ് എന്ന വാക്കിൻ്റെ കോഡ് എന്ത്? ഡി. തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിൽ 4ാമത്തെ സംഖ്യ ഏത്? 19. A+ എന്ന ചിഹ്നത്തെയും B- എന്ന ചിഹ്നത്തെയും C ഹരിക്കണം എന്ന ചിഹ്നത്തെയും D × എന്ന ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നു. എന്നാൽ തന്നിരിക്കുന്നത് എത്ര സൂചിപ്പിക്കുന്നു? 17. The tourist guide along with the tourist arrived has. Let's go for a walk. Shall we? Change to indirect speech. He says, I am attending a training. D. He says that he is attending a training. If I had money, I dash the poor. C. Would help. The doll belongs that the child.
B. 2. Identify the correct spelling. D. The idiom born of contention means C. Subject to dispute. Subject of dispute. The dash of wolves howled at the moon. A. Pack of. Identify the synonym for amendment. Modification. Identify the antonym for deficit. Surplus. അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം സന്തതിയില്ലാത്തവൻ. താഴെ പറയുന്നതിൽ ശരിയായ പദം ഏത്? കവയിത്രി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനമേത്? പുരുഷന്മാർ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ചുരുക്കി പറയുക. പിഞ്ഞാണവർണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? പിഞ്ഞാണത്തിൻ്റെ വർണ്ണം. പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം അണയ്ക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്രൗണി ആര്? അശ്വത്ഥാത്മാവ്. ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതിയത് എങ്ങനെ? ചിത് പ്ലസ് മുദ്ര. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതാര്? AR രാജരാജവർമ്മ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്കേത്? വിശ്വസ്തൻ.